ശരത്തേട്ടാ, 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 നീ രാത്രിയിൽ എവിടെ പോയതാ? അത് ആരോ വന്നതുപോലെ തോന്നി. ഈ രാത്രി ആര് വരാൻ? അല്ല, ശരത്ത് ഇതുവരെ വന്നിട്ടില്ലല്ലോ. അയാള് വന്നതുപോലെ തോന്നിയേ. ശരത്ത് വന്ന തനിച്ചെന്ന് വാതിൽ തുറക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? എന്നെന്താ വിളിക്കാതിരുന്നേ? ചേച്ചി, സത്യത്തില് ഞാനല്ല, മറ്റാരോ. പെട്ടെന്ന് ഞെട്ടി എണീക്കായിരുന്നു. നോക്കിയപ്പോ പുറത്താരോ. വേണമെന്ന് വെച്ചിട്ട് വാതിൽ തുറന്നതല്ല, ആരോ എന്നെ കൊണ്ടങ്ങനെ ചെയ്യിക്കായിരുന്നു. പ്രിയേ, ഞാൻ ഈ മുന്നറിയിപ്പൊക്കെ തരുന്നതേ നിന്റെ കൂടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ. കൊലപാതകം നടത്താൻ ഒരു മടിയില്ലാത്തവനവൻ ആ ശരത്ത്. ഇത് ഞാൻ പണ്ട് നിത്യോടും പറഞ്ഞിട്ടുള്ളതാ. അവളത് കേട്ടില്ല. അതിന്റെ അപ്പാവും ആ ഗതി നിനക്കുണ്ടാവരുന്ന എനിക്ക് നിർബന്ധമുണ്ട്. എനിക്കറിയാം ചേച്ചി. ഇത്തവണത്തേക്ക് ചേച്ചി ക്ഷമിക്ക്. ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. ചെയ്യരുത്. നഷ്ടപ്പെടാൻ അവനൊന്നുമില്ല. പക്ഷെ നിനക്ക് അങ്ങനെയല്ല. നീ വേറെ വീട്ടിലെ കുട്ടിയാ. ഇവിടെ ഒന്ന് താമസിച്ചിട്ടെ നിനക്ക് എന്തെങ്കിലും അപകടം പറ്റിയ ഞാൻ എന്ത് സമാധാനം പറയും എന്റെ വീട്ടുകാരോട്? അതുകൊണ്ട് ഈ എടുത്ത ചാട്ടൊന്നും വേണ്ട പ്രിയേ. ഒരു അപകടം വരുത്തി വെച്ചിട്ട് അതിന്ന് രക്ഷപ്പെടുന്നതല്ല മിടുക്ക്. അപകടം വിളിച്ചു വരുത്താതിരിക്കുന്നതാ. മനസ്സിലാവുന്നുണ്ട് നിനക്ക്? എന്നപ്പോ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചേച്ചി, എന്തായിരിക്കും ചേച്ചി ശരത്തിന്റെ അവസാനം? അത് മരണമായിരിക്കില്ലേ? ആയുസ് എത്താതെയുള്ള മരണം ആയിരിക്കണ്ടേ? അവനെ അങ്ങനെ നിയമത്തിന് വിട്ടുകൊടുക്കാൻ പറ്റും? അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? എത്ര പേരാ അവന്റെ കൈകൊണ്ട് മരിച്ചത്? അതിനൊക്കെ പ്രതികാരം ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിൽ അവസരം, അവനെ കൊല്ലാനുള്ള അവസരം അതെനിക്ക് തരണം. ഞാൻ ചെയ്തോളാം. പ്രിയേ, നീ എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? നീ മേലാൽ ഇങ്ങനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. അതിന് ഞാനെന്തു പറഞ്ഞു? നീ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. ഇപ്പൊ കൊല്ലണമെന്ന് പറഞ്ഞില്ലേ? കൊല്ലണമെന്നോ? ആരെ? ചേച്ചിക്ക് തോന്നിയതാവും. ഞാനെന്തിനാ കൊല്ലുന്നേ? ആരെ കൊല്ലുന്ന കാര്യം അടി? എന്താടി പാതിരാത്രി ആയാലും ഉറക്കമൊന്നുമില്ലേ രണ്ടിനും? അല്ല മുത്തശ്ശി, ആരോ വന്നതുപോലെ ഇവൾക്ക് തോന്നി. രാത്രി മാത്രം ഇറങ്ങി നടക്കുന്ന ചിലര് ഉണ്ടല്ലോ ഈ വീട്ടില്. അങ്ങനെ വല്ലവരും ആണോന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയതാ. എന്നിട്ട് കണ്ടോ ആരെങ്കിലും? ഇടി, അവനെ കരി വാരി തേക്കല് നിന്റെ സ്ഥിരം പതിവാ. ആ ശരത്ത് മോനെ, അവനെ കുറിച്ച് ഇങ്ങനെ ഒരു അപവാദം പറയാൻ തോന്നിയല്ലോ നിനക്കൊക്കെ. എന്നാ കേട്ടോ, ആ പാവം ആശുപത്രിയിൽ അമ്മയ്ക്ക് കാവലിരിക്കാൻ പോയിരിക്കുക. അവൻ ആശുപത്രിയിൽ അമ്മയ്ക്ക് കാവലിരിക്കാൻ പോയെന്നോ?
ആ എങ്കിൽ നാളെ സൂര്യൻ ഉദിക്കുന്നതേ പടിഞ്ഞാറായിരിക്കും. പ്രിയെ, ഒരാളെ കണ്ടു എന്നുള്ള സത്യമല്ലേ? ആ, അതെ ചേച്ചി, അയാള് കാറിന്റെ അടുത്തേക്ക് വന്നു. എങ്കിൽ സംശയിക്കണ്ട, അതവൻ തന്നെ ആയിരിക്കും. ആ കാറ് വാങ്ങിയതേ അവനൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൻ എന്തേലും കുഴപ്പം ഒപ്പിച്ചിട്ടുണ്ടോന്നറിയാം. നീ വാ. പിന്നെ കുഴപ്പമൊപ്പിക്കാൻ പോന്നു. ചെന്ന് കണ്ടുപിടിക്ക്, കിട്ടും തെളിവ്. നീ വന്ന പ്രിയ. ദേ, ഇത് പെട്രോൾ അല്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നു?